എന്റെ അമ്മേ. 24 മണിക്കൂറും വയറിളക്കമുള്ള കുരങ്ങിനോട് ആരെങ്കിലും ആയുർവേദ മരുന്നുണ്ടാക്കാനാണ് ഇത്തിരി കാഷ്ടം തരുമെന്ന് ചോദിച്ചാൽ അപ്പ കുരങ്ങൻ ജാടയിട്ട് പറയും, ഞാൻ തൂറ്റൊക്കെ നിർത്തി മാന്യനായ. സാറാ ആന്റപ്പന്റെ ആരെങ്കിലും ആണോ? ആരാത്? എന്റെ ഫ്രണ്ടാ. അവനാ ഈ നിലവാരത്തിലുള്ള വൃത്തിയായിട്ട് ഉപമങ്ങളൊക്കെ പറയാറ്. അല്ല, സാർ കഥ പറഞ്ഞു. കഥ പറഞ്ഞ് രസിപ്പിക്കാനല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇനി ഒരു നാടൻ കളിക്ക് ഞാൻ ഇല്ല സാറേ, അത് ശരിയാവില്ല. അപ്പോ ശരിയായ കാര്യങ്ങൾ എനിക്ക് പറയേണ്ടി വരും നിന്റെ കാമുകി പെണ്ണിനോട്. ഇതൊക്കെയാണ് നിങ്ങളുടെയൊക്കെ ഒരു കുഴപ്പം. മിണ്ടി അപ്പ ബ്ലാക്ക് മെയിലിംഗ്, ബ്ലാക്ക് ഷർട്ട് ഇട്ട്. ഒന്നും വെറുതെ വേണ്ട സത്യ, എല്ലാറ്റിനും അതിന്റെ വിലയുണ്ട്. നീ പറയുന്ന നുണകൾക്കും. ഒരു സൈഡില് ഭീഷണി, മറ്റേ സൈഡില് പ്രലോഭനം. ചാടിക്കേറി ഇതിലങ്ങനെ പെട്ടെന്നൊരു യെസ് പറയാൻ പറ്റില്ല സാറേ. എനിക്ക് ആലോചിക്കാൻ ഒരു ദിവസം കൂടി സമയം വേണം. സമയം തരാം, പക്ഷെ മറുപടി പോസിറ്റീവ് ആയിരിക്കണം. അതെനിക്ക് നിർബന്ധമുണ്ട്. അണ്ണ ദുബായ് പോയിട്ട് കുറച്ചുകൂടായി പഠിച്ചത് ജീവിതകാലം മൊത്തം അടിച്ചുടികളെ കാശെടുത്ത് തിരിച്ചിങ്ങോട്ട് പോരാ. അഞ്ജലിയെ വിട്ടു പോവാൻ മനസ്സ് വരുന്നില്ലടാ. പക്ഷെ പോവാതിരിക്കാനും പറ്റൂല. ആ താടിത്തണ്ടി എല്ലാ അഞ്ജലിനെ വിളിച്ചു പറഞ്ഞ് കൊളാക്കും. അവളുടെ കാര്യത്തില് ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല. അല്ലണ്ണ അതിനു മുമ്പ് അണ്ണൻ അന്തരിച്ച് എല്ലാവരും തുറന്നു പറഞ്ഞാ പോരെ? പറയണം, എല്ലാം പറയണം. പക്ഷെ ഇപ്പോഴല്ല. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. പൊതുവാൾ മാഷ് എതിർത്താലും അവളെ എന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പ് വരണം. നരൻ, ഞാൻ വീണ്ടും പറയാ, ഒരു കാരണവശാലും അദ്ദേഹത്തോട് നോ പറയരുത്. അഞ്ജലി പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും. ആനന്ദ് വർമ്മയെ പോലെ ഒരാൾ ഇങ്ങോട്ട് തന്ന ഓഫറാണിത്. ഇന്നലെ തന്നെ വളരെ ഹാർഷായിട്ടാണ് നരൻ അദ്ദേഹത്തോട് പെരുമാറിയത്. അങ്ങനെന്താ എന്റെ ഇമോഷൻ? ഓക്കെ, ശരിയാണ്. ഞാൻ ഇന്നലെ ഇത്തിരി മോശമായിട്ടാണ് പെരുമാറിയത്. അത് അഞ്ജലിക്ക് വിഷമമായെന്ന് എനിക്ക് മനസ്സിലായി. അതിന് മാപ്പ് പറയാൻ പോയത് ഇപ്പൊ കുഴപ്പമായത്. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അവിടെ പോയി ജോയിൻ ചെയ്യണം? ഓക്കെ, ഞാൻ ജോയിൻ ചെയ്യാം. പക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറുന്നത്. അത് അഞ്ജലി പറഞ്ഞുകൊണ്ട് മാത്രം. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പോവാണ്. ഇത് നീ പറഞ്ഞ പോലെ തയ്യാറാക്കിയ നിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ, നിന്റെയും കൂട്ടുകാരുടെയും ട്രാവൽ ഡോക്യുമെന്റ്സ്, കുറച്ച് പണം. ഇത് ഒറിജിനൽ അല്ലേ സാർ? സോറി, ആരെയും വിശ്വസിക്കാൻ പറ്റില്ലേ. അഡിയോസ് ഹസ്ത ല വിസ്ത. തെറിയൊന്നുമല്ല സാർ. സ്പാനിഷിൽ ഞാൻ സി യു എന്ന് പറഞ്ഞാണ്. എനിക്ക് നിന്നെ കുറച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, അത് അസ്ഥാനത്താക്കരുത്. സോറി സാർ, മറ്റത് പറഞ്ഞ ഞാൻ പോയേനെ. എന്താ? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ദുബായില് നമ്മൾ ദുബായിൽ അടിച്ചു പൊളിക്കുന്നു. ദേവിക വർമ്മയെ പൊളിച്ചെടുക്കുന്നു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഐ എം സത്യനാരായൺ. ആ പോയതാണ് ദേവിക വർമ്മ. ആ താടി വർമ്മയെ പടിയടച്ച് പിണ്ടം വെച്ച് അയാളുടെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ബിസിനസ് സാമ്രാജ്യം കൈക്കലാക്കി ധീര വരും. അണ്ണാ ഇനി അത് കൂടെ നമുക്കടിച്ചു പറ്റാലേ? സോറി അണ്ണാ, ഞാൻ അണ്ണന്റെ പോലെ അല്ലതാ. മനസ്സിൽ കള്ളം നിൽക്കൂലേ? ഹർബൽ മിഷാർ ഹിന്ദേ. അവരൊക്കെ എവിടെയെന്ന് അറിയില്ല. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അകത്തേക്ക് ചെല്ല അറബി പറഞ്ഞതാ. നിങ്ങക്ക് മലയാളം അറിയാമോ? അറിയാം. എന്നാ പിന്നെ മലയാളത്തിൽ പറഞ്ഞാ പോരെ. പക്ഷെ അറബി അറിയാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ അറബിയിലെ സംസാരിക്കാം. എന്താ? അറിയാവുന്നടുത്ത് പറഞ്ഞ ഇയാളുടെ തലക്കെട്ടടിക്കും. അല്ല, ഓർക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാ. അല്ല, നിങ്ങൾക്ക് അറബിയിൽ ഭയങ്കര ഞാനുണ്ടല്ലോ. മദ്രസയിൽ ഉസ്താദേ. എല്ലാത്തിലും ഉസ്താദാണ്. ബൈ ദ വേ, മാഡം എങ്ങനെയാണ്? കശ്മീകൃത മനസ്കൃതയാണോ? എന്ത്? സംസ്കൃതം അറിയില്ല? ഇല്ല. പൂവർ മാൻ. മാഡം എങ്ങനെയാണ്? ഫ്രണ്ട്ലി ആണോ? ഫ്രണ്ട്ലി ആണ്. ബാക്ക് നോക്കുമ്പോ ഭയങ്കര ഫ്രണ്ട്ലിയാ. പക്ഷെ മുന്നിൽ ചെന്ന ബ്രൂസ്ലിയാ. മനസ്സിലായില്ല? മനസ്സിലാക്കാൻ പോണല്ലോ. ചെല്ല് ചെല്ല്. How dare you give me such lame excuses? What were you doing all this while? എന്തേ? ആരെയോ മാഡം വഴക്ക് പറയാ. അയ്യോ, അത് വഴക്ക് പറഞ്ഞൊന്നല്ല, മാഡം സ്നേഹത്തോടെ സംസാരിക്കുന്ന. Fix this now, Marina. Sure, you won't have a next time. Now get lost. Sorry, ma'am. Yes. Good morning, madam. What's the matter? I'm Satyanarayan. 1 second. Zip got jammed. 1 minute, if you don't mind. സോറി, പുതിയത് വാങ്ങിച്ചരാം. നാട്ടിൽ 2 രൂപയുള്ളൂ. Hey, mister. ഇപ്പഴാ സിബ് ഓപ്പൺ ആയത്. ഓ ഗോഡ്, ബാൻഡിന്റെ സിബ് ആയി പോയി. Excuse me.
അപ്പോയിന്റ്മെന്റ് ലെറ്റർ. No way. You are not going to join here. And I have not sent you an appointment letter. How could you say that, madam? This is an appointment letter duly signed by Mr. Anand Verma. ഈ കമ്പനി മാനന്തവർമ്മയുമായി ഇപ്പൊ യാതൊരു ബന്ധവുമില്ല. That's none of my business. 6 മാസത്തിനുള്ളിൽ എനിക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും വർമ്മ ഡിസൈൻസ് ജോയിൻ ചെയ്യാന്നുള്ള ക്ലോസ് വെച്ചിരിക്കുന്നുണ്ട്. ആനന്ദ് വർമ്മയുടെ കാര്യം ഇവിടെ തർക്ക വിഷയമല്ല. ആവശ്യത്തിലേറെ യോഗ്യതകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ACS, LLM, LLB, MBA ഇതൊക്കെ ഞാൻ നേടിയ വിദേശ സർട്ടിഫിക്കറ്റുകളാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, മുണ്ടക്കി യൂണിവേഴ്സിറ്റി, മിഷിഗൻ യൂണിവേഴ്സിറ്റി, എക്സെട്ര. പിന്നെ ഇത് ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയുടെ കോൺട്രാക്ട് പീരീഡ് തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫേമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്ത കോമ്പൻസേഷൻ ഡീറ്റെയിൽസ്. I am not responsible for what Anand Verma did. മാഡം, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഞാൻ കേസ് ഫയൽ ചെയ്താൽ മില്യൺസ് ആൻഡ് ബില്യൺസ് നിങ്ങൾ എനിക്ക് കോമ്പൻസേഷൻ തരേണ്ടി വരും. You may please take your leave right now. ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇറങ്ങി പോടാ അവിടുന്ന്. പിടിച്ച് പുറത്താക്കണോ ഇയാളെ? ഏയ്, പേടിച്ചിട്ടൊന്നുമല്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. നിങ്ങളുടെ ഓഫീസിലിട്ട് ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നാളെ നിങ്ങൾ കേസ് കൊടുക്കാതിരിക്കാനാ. ലുക്ക് അറ്റ് ദിസ്. ഇത് കുമ്പളങ്ങി അമ്പലത്തിലെ കൊടിമര പ്രതിഷ്ഠയുടെ നോട്ടീസ് അല്ല. 6 മാസം മുമ്പ് ഈ സ്ഥാപനത്തിലെ തലവനായ ആനന്ദ് വർമ്മ ഒപ്പം സീലും വെച്ച് ലെറ്റർ പാഡിൽ അടിച്ചു തന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണ്. അതിനുശേഷം അങ്ങേരെ ഇവര് തലാക്ക് ചൊല്ലിയോ താടി പിടിപ്പിച്ചോ തല്ലിക്കൊന്നൊന്നും എന്റെ വിഷയമല്ല. നിങ്ങൾക്കൊരു സത്യം അറിയൂ, ഇവരുടെ പഴയ കെട്ടിയോൻ വർമ്മ കാർ തരാൻ, കോട്ടേഴ്സ് തരാൻ, കുക്കിനെ തരാന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ചിട്ടാ നാട്ടിൽ അമ്പോറ്റ പണി കളഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വിമാനം കയറിയത്. എന്നിട്ട് ഒരുമാതിരി ഉണ്ണാൻ പിടിച്ചിട്ട് തുണി വെക്കി കാണിക്കുന്ന പരിപാടി എന്നോട് കാണിക്കരുത്. ഒന്ന് മനസ്സിലാക്കിക്കോ, ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എന്റെ ജീവൻ പോയാലും ഇതിന്റെ ഇടയിൽ ഇങ്ങനെ തുടങ്ങുന്നു. പ്രിന്റ് ചെയ്തിട്ടുണ്ടായില്ല. If I ever see a shadow in this office, I will kick the shit out of you, rascal. സോറി ട്ടോ പെങ്ങളെ, ബുള്ളറ്റിനാണേ. കിടന്നോളൂ, ഗുഡ് നൈറ്റ്. ഞാൻ ബുർജ് ഖലീഫയുടെ താഴെ എത്തിയ കരിമ്പന കാലുകൾ. കുണ്ടിക്ക് വെടി വെച്ച ദുബായിൽ കേസിലെ ധൈര്യമായിട്ട് വെച്ചോ. അയ്യോ, ഇനി വെക്കണ്ട, നിൽക്കുക. ഈ പക്ഷെ ഒന്നുമില്ലാത്തത് എന്റെ ഭാഗ്യം. മിസ്സിസ് ദേവിക വർമ്മ. Don't call me Devika Verma. Call me Devika. സോറി ദേവിക, ഞാൻ വന്നത് അയാൾ ലീഗലി മൂവ് ചെയ്താൽ നമ്മൾ കുരുക്കിലാവും. എന്ത് കുരുക്കും? ഒരു കുരുക്കൂല, പോയി ചാവട്ടെ മാഡം. മാഡം, അയാളെ അപ്പോയിന്റ് ചെയ്ത് വർമ്മ സാറാണ്. ഒരു ലീഗൽ ഡിസ്പ്യൂട്ട് വന്നാൽ തീർച്ചയായും വർമ്മ സാറോ അയോടൊപ്പം നിൽക്കും. എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു തന്നെ കമ്പനിയിലെ കാലാകാലം തീറ്റി പോറ്റണമെന്നാണോ പ്രസാദ് പറയുന്നത്? അയ്യാ, അതിന്റെ ആവശ്യമൊന്നുമില്ല. കുമാർ, ഒരിക്കലും ഇല്ല മാഡം. ഓഫർ ചെയ്തിട്ട് കൊടുക്കാതിരുന്നാലേ പ്രശ്നം ഉണ്ടാവും. ജോലി കൊടുത്തിട്ട് പറഞ്ഞുകൂടാൻ നമുക്ക് അവരുടെ സമ്മതം വേണ്ടല്ലോ. അത് കറക്റ്റാ. ഇടുത്താ പൊങ്ങാത്ത ജോലി കൊടുത്ത് നാറ്റിച്ച് വിട്ടാ മതി.